മനുഷ്യൻ്റെ കാഴ്ചയ്ക്ക് പരിമിതികളുണ്ട്, മനുഷ്യൻ്റെ ടെക്നോളജിക്ക് പരിമിതികളുണ്ട്, കണ്ടുപിടുത്തങ്ങൾക്ക് പരിമിതിയുണ്ട്. അവൻ്റെ കഴിവിനും അവൻ്റെ പരിശ്രമങ്ങൾക്കും അവൻ്റെ ബുദ്ധിയും ജ്ഞാനവും സമ്പത്തിനും സക്കരത്തിനും പരിമിതി. അതിരുകളില്ലാത്ത വലിയൊരു സംഭവമാണ് കടൽ. എങ്കിലും ആ കടലിനും ദൈവം നിയമങ്ങൾ വെച്ചു. ഇവിടം വരെ നിനക്ക് വരാം, ഇത് കഴിഞ്ഞ് അങ്ങോട്ട് അതിക്രമിച്ച് കയറരുത്. ഭാഷ്യമില്ലാത്ത ഭാഷ, ശബ്ദമില്ലാത്ത നിയമം, എഴുതപ്പെടാത്തതായ നിബന്ധനകൾ, അവയ്ക്ക് പോലും ദൈവം കൊടുത്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടെല്ലാം പോകുന്നത് ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണേണ്ടതിന് വേണ്ടി ലോകത്തിൻ്റെ ഏത് കോണുകളിലും ഭൂമിയുടെ നാനാ കോണുകളിലും അവൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണിൽ കാണാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ. അപ്പോൾ ഈ ആകാശവും ഭൂമിയും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ദൈവത്തിന്. മനുഷ്യന്റെ കാഴ്ചപ്പാട് പരിമിതമായതുകൊണ്ട് ആ മനുഷ്യൻ അവന് കാണാൻ കഴിയാത്തത് കാണാൻ ഒളിക്യാമറകൾ വയ്ക്കും, CCTV വയ്ക്കും. നമ്മളിന്ന് ഏത് സ്ഥാപനങ്ങളിൽ പോയിരുന്നാലും ഇല്ലെങ്കിൽ ഏത് പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നാലും ശരി, അതിൻ്റെ അധികാരികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാൻ കഴിയാത്തത് കൊണ്ട് അവർ അവിടെ CCTV വയ്ക്കും. അപ്പോൾ ഈ CCTVയുടെ മുന്നിൽ ഇരുന്ന് ഒരു തെറ്റ് കാണിക്കാൻ ഉദ്യോഗസ്ഥർക്ക് വളരെ ഭയമാണ്. കാരണം അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോകും, കള്ളത്തരം പിടിക്കും. ഇന്നത്തെ കേസുകളിൽ പലതും തെളിയുന്നത് CCTVയുടെ സഹായം കൊണ്ടാണ്. കള്ളന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഒരു രക്ഷയില്ല. എന്നാൽ ലോകം മുഴുവനും CCTV വയ്ക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഈ ഭൂമിയിലുള്ള സകല മറവിടങ്ങളും തെളിവായി കാണത്തക്കവണ്ണമുള്ളതായ ഒരു CCTV ഇതുവരെയും ലോകം കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യന്റെ ബുദ്ധിയിൽ പോലും അത് എത്തുന്നില്ല. പരിമിതമായ ചില ഏരിയകൾ മാത്രമേ അതിൻ്റെ സർവൈലൻസിൽ വരുന്നുള്ളൂ. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നത്, ഞാൻ കാണാതെ വണ്ണം ഒളിച്ചിരിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരു CCTVയെ മനുഷ്യൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ഒളിക്യാമറയുടെ ആ അതിൻ്റെ ആ പരിമിതികളെ, ആ പരിധിയെ മനുഷ്യൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ശങ്കിക്കുന്നുണ്ടെങ്കിൽ, ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ എത്രമാത്രം മനുഷ്യൻ ഭയപ്പെടണം? ഈ മനുഷ്യൻ ചെയ്യുന്ന കുറ്റം എന്തെന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഇന്ന് പലയിടങ്ങളിലും CCTV വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, റോഡുകളിലെല്ലാം ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് CCTV വെച്ചിട്ടുണ്ട്, ക്യാമറകൾ സ്ഥാപിക്കും. എന്തിനാണെന്ന് അറിയാമോ? തെറ്റ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കുവാൻ. പോലീസിന്റെ വകയായിട്ട് പലയിടത്തും CCTV വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ CCTV വയ്ക്കുന്നു. കാര്യം എന്താണെന്നറിയാമോ? കള്ളന്മാർ വന്നാൽ കാണണം, മോഷ്ടിക്കുന്നവർ വന്നാൽ ഇന്നാരാണ് വന്നതെന്ന് കാണണം, ഇന്ന കാര്യങ്ങൾ, തെറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി CCTV. എന്നാൽ സർവശക്തന്റെ നോട്ടം മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളെ കണ്ടുപിടിക്കുവാനല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണേണ്ടതിന് വേണ്ടി, അറിയേണ്ടതിന് വേണ്ടി അവന്റെ തൃക്കണ്ണ് ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. എ മൂവിങ് ഐ. അവന്റെ കണ്ണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം സ്ഥാപിക്കുന്നതായ ക്യാമറകൾക്കൊന്നും മൂവിങ് പവർ ഇല്ല. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടി ഭൂമിയുടെ എല്ലാ കോണുകളിലും മൂവ് ചെയ്യുകയാണ്, ഊടാടി സഞ്ചരിക്കുന്നു. ഈ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളുടെ വലിപ്പത്തെ കാണാനല്ല, ഈ മനുഷ്യൻ ചെയ്യുന്ന അതിക്രമങ്ങളെ എഴുതിക്കൂട്ടി ഒരു വലിയ പുസ്തകമാക്കാനല്ല,
അവനെ എങ്ങനെ ശിക്ഷിക്കണമെന്നുള്ളതായ വ്യവസ്ഥകൾ വയ്ക്കാനല്ല, ശിക്ഷയിൽ നിന്ന് അവനെ എങ്ങനെ ഒഴിവാക്കാം എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മെ കാണുന്നത് നമ്മെ ശിക്ഷിക്കുവാനുള്ള കാഴ്ചപ്പാടല്ല. മറഞ്ഞിരുന്ന ദൈവം നമ്മെ ദർശിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കുറവുകളെ അനുസരിച്ച് നമ്മളോട് പകരം ചെയ്യാനല്ല, പകരം ചെയ്യേണ്ടാത്ത ഒരു ന്യായാസനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ, നീതിയുള്ള ഒരു വിധി നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കുവാൻ സർവശക്തൻ നോട്ടമിടുകയാണ്. നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുകയാണ്. അവൻ നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുന്നത് നമ്മുടെ ശാപത്തിന് വേണ്ടിയല്ല, നമ്മളെ കഷ്ടത്തിലേക്ക് വിടുന്നതിന് വേണ്ടിയല്ല, പക്ഷെങ്കിൽ നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നാം ശാപഗ്രസ്തരാകാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വയ്ക്കുന്നു. ഇതാണ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം. നാം രാവിലെ എഴുന്നേറ്റ് അനേകരുടെ കുറ്റങ്ങളെ കാണുന്നു, പക്ഷെങ്കിൽ ദൈവം അധികാലത്ത് നമുക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവവും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? മനുഷ്യൻ്റെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും തമ്മിൽ വലിയ വ്യത്യാസം. മനുഷ്യൻ്റെ ഹൃദയത്തിലെ മനുഷ്യൻ്റെ വഴികളെ നന്നാക്കുവാൻ ദൈവം നോക്കുന്നു. എന്നാൽ നാം അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കല്ല, മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നു. അവരുടെ ദോഷം നമ്മളെക്കാളും ഒരാൾ ഉയരരുത്. എന്നാൽ ദൈവമോ അവനെപ്പോലെ മനുഷ്യനെ ആക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈ ലോകത്തിൽ അവൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുകയാണ്. നമുക്ക് എങ്ങനെ സൗഖ്യവും വിടുതലും തരാമെന്ന് നമ്മൾക്കുള്ളതായ താഴ്ചകളെ മനസ്സിലാക്കുന്ന ദൈവം അവൻ്റെ തൃക്കണ്ണ് നമ്മുടെ മേൽ വെച്ചുകൊണ്ട് നമ്മുടെ മേൽ ദയ കാണിക്കുന്നത് ഏതു വിധം, നമ്മളെ എങ്ങനെ തീയിൽ നിന്ന് വലിച്ചെടുക്കാമെന്ന് സ്വർഗം ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ചിലരെ തീക്കൊള്ളികളിൽ നിന്ന് പോലും വലിച്ചെടുക്കുവാൻ ആഗ്രഹിച്ച്, ചിലരെ രക്ഷിക്കുവാൻ, ചിലരെ സൗഖ്യമാക്കുവാൻ, മനുഷ്യരാരും ശ്രദ്ധിക്കാത്ത ചില രോഗികളെ, മറ്റുള്ളവരുടെ എല്ലാം ഉപേക്ഷയായി അവജ്ഞരായി വിട്ടവരെ, താണവരെ, ആർക്കും വേണ്ടാത്തവരെ, കടഭാരമുള്ളവരെ, രോഗികളായിട്ടുള്ളവരെ, ബലഹീനരായിട്ടുള്ളവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, അനാഥരെയും വിധവമാരെയും ചേർത്തുകൊള്ളുന്ന ദൈവം മഹാപാപികളെ പാപം ക്ഷമിച്ചു കൊടുത്ത്, മകളെ ഇനിയും മേലാൽ പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇതുവരെയുമുള്ള പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുവാൻ വലിയ മനസ്കതയുള്ള ദൈവം. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കുമ്പോൾ ഈ ദൈവത്തോട് നമുക്ക് വലിയ സ്നേഹം, നമ്മൾ അങ്ങ് അലിഞ്ഞു ചേരുന്ന സ്നേഹമായി തീരും. പൗലോസ് അങ്ങനെ അലിഞ്ഞു ചേർന്നവനാണ്, ഭക്തന്മാർ അങ്ങനെ അലിഞ്ഞു ചേർന്നവനാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിൽ അവനെ കാണാതായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങോട്ട് പോയെന്നറിയില്ല. ഈ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ദൈവത്തോടുകൂടെ നടക്കുന്നത് അത്രയ്ക്ക് വലിയ സന്തോഷം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, ഞാൻ കാണാതെ വണ്ണം ഒളിച്ചിരിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല, പറ്റില്ല. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. നിന്റെ വഴികളെ യഹോവ കാണുന്നു, നിന്റെ ദോഷവശങ്ങളെ ദൈവം കാണുന്നു. ശിക്ഷിക്കാനല്ല, ദോഷത്തിൽ നിന്ന് വിടുവിക്കുവാൻ. നിന്റെ രോഗത്തെ ദൈവം കാണുന്നു, നിന്നെ നശിപ്പിക്കുവാനല്ല, ആ രോഗത്തിൽ നീ സൗഖ്യമുള്ളവനായി തീരുവാൻ. നിന്റെ കടഭാരങ്ങളെ കർത്താവ് കാണുന്നു. കടപ്പെട്ടിരിക്കുന്നതിനാൽ, കടം വാങ്ങിക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട് നീ നശിച്ചു പോകുന്നതിനല്ല, എങ്ങനെയെങ്കിലും ആ കടത്തിൽ നിന്ന് നിന്നെ ഒന്ന് വിടുവിക്കാം. ഉപേക്ഷിക്കപ്പെട്ടവരെ അവൻ സ്നേഹിക്കുന്നു, കാണുന്നു. ഉപേക്ഷിക്കപ്പെട്ടവരെന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം മറ്റുള്ളവർ ഉപേക്ഷിച്ചത്. അവനെ നമ്മളും സ്നേഹിക്കേണ്ട പോട്ടെ എന്ന് പറയുകയല്ല, ആരും സ്നേഹിക്കാനില്ലാത്തവരെ യേശു ചേർത്ത് കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെപ്പോഴും 4 പേർ ഒരാളെ കുറ്റം പറയുന്നത് കണ്ടാൽ അവരും ചേർന്ന് പറയും, അവരും അതിന് സൈഡ് പറയും. യെസ്, ഞങ്ങളും അവൻ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് ഞങ്ങൾക്കും അറിയാം. പക്ഷെങ്കിൽ കർത്താവിനോട് ചോദിച്ചു നോക്കൂ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. മറയ്ക്കപ്പെട്ട പാപം ഒരുത്തരും കാണാതിരിക്കത്തക്കവണ്ണം ഏലിയാവ് യാഗപീഠം ഉണ്ടാക്കിയപ്പോൾ അതിനു ചുറ്റും 2 സയ വിത്ത് വിതയ്ക്കത്തക്ക തോടുണ്ടാക്കി അതിൽ വെള്ളം നിറച്ചു. എന്നാൽ യാഗം ദൈവത്തിൻ്റെ തീ ഇറങ്ങി അതിനെ ദഹിപ്പിച്ചപ്പോൾ തോട്ടിലെ വെള്ളവും പറ്റിപ്പോയി.
അങ്ങനെ തോട്ടിലെ വെള്ളം പറ്റിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ യാഗവസ്തുവിൽ നിന്ന് ഇറങ്ങി വന്നതായ മേധസ്സുരുകിയതും ചോരയും അഴുക്കുവെള്ളവുമെല്ലാം കെട്ടിക്കിടന്ന തോട്ടിലെ വെള്ളം പറ്റിയില്ലായിരുന്നെങ്കിൽ ദേശത്തെല്ലാം നാറ്റമുണ്ടാകുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങിയപ്പോൾ തോട്ടിലെ വെള്ളം മുഴുവനും പറ്റിച്ചു. നിന്റെ അകൃത്യവും വൃത്തികേടുകളും നാറ്റം വെച്ചതായ അനുഭവങ്ങളൊന്നും ആർക്കും ആ നാറ്റം വഹിച്ചുകൊണ്ട് ആരും നിന്നെ നാറുന്നെന്ന് പറയാതിരിക്കുവാൻ ദൈവം അതിനെയും പറ്റിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്! നിന്റെ അകൃത്യങ്ങളെ മനുഷ്യനോർക്കും, പക്ഷെങ്കിൽ ദൈവം അതിനെ മറയ്ക്കുന്നു. ദൈവം അതിനെ ക്ഷമിക്കുന്നു. ദൈവം ക്ഷമിച്ചത് ദൈവം മറയ്ക്കും. എന്നാൽ മനുഷ്യൻ എത്ര ക്ഷമിച്ചാലും പഴയ കാര്യം ഓർക്കും. നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു വഴക്കുണ്ടായാൽ പറയും, പണ്ടത്തെ കാര്യം ഞാൻ ഇപ്പോഴും എടുത്തിടുമെന്ന് പറയും, അല്ലേ? ഭാര്യ ഭർത്താവിനോട് പറയും, അന്ന് ഞാൻ മിണ്ടാതിരുന്നേ ഉള്ളൂ, കൂടുതൽ മൂച്ചെടുത്താൽ ഇപ്പം ഞാൻ എല്ലാം വിളിച്ചു പറയുമെന്ന് പറയും. ഭർത്താവും അതുപോലെ പറയും, കണ്ടോ നിന്നെ സ്നേഹിക്കേണ്ടതിനല്ല, പിന്നെ ഞാനങ്ങ് ദൈവത്ത് തോന്നുന്നേയുള്ളെന്ന് പറയും. പക്ഷെങ്കിൽ ദൈവമോ, അവൻ നമ്മെ സകല പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വൃത്തികേടിൽ നിന്നും രക്ഷിച്ചു. അവൻ്റെ പൈതലാക്കി നമ്മെ പുതിയ വസ്ത്രം ഉടിപ്പിച്ചു, മനോഹര രൂപികളാക്കി. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പകർന്നു. ദൈവത്തിൻ്റെ മാധുര്യമായ സന്ദേശം, അവൻ്റെ സന്ദേശങ്ങൾ കേൾക്കുക, അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ നാവിൽ പുതിയ പാട്ടിനെ തന്നു, പുതിയ ഭാഷയെ തന്നു. ആർക്കും തിരിച്ചറിയാനൊക്കാത്തതായ ഒരു വലിയ രഹസ്യമായ നാമം. ആ നാമത്തിൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ ദേഹി അത് തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഈ പ്രഭാതം നിന്നെ നിർബന്ധിക്കുന്നുവെങ്കിൽ ഈ ദിവസത്തിലെ സന്ദേശം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതാണ്. ഗോഡ് ബ്ലെസ് യു.